എന്ന ചിത്രത്തിന്റെ പേര് തന്നെ ഒരു തത്വചിന്തയാണ്. എക്കോ എന്നാൽ സംസ്കൃതത്തിൽ ഒന്ന്, അതായത് അദ്വൈതം, രണ്ടല്ലാത്ത ഒന്ന്. പുറമേ കാണുന്ന ദ്വൈതങ്ങളെല്ലാം മിഥ്യയാണെന്നും ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ എന്നും ഈ സിനിമ നമ്മെ കാട്ടിത്തരുന്നു. ഒന്ന്, ടെലോമിയൻ നായ. ചിത്രത്തിലെ കേന്ദ്ര ബിന്ദുവായ ടെലോമിയൻ നായകൾ ഈ അദ്വൈത ദർശനത്തെ പ്രതിനിധീകരിക്കുന്നു. ഇവയ്ക്ക് ഒരൊറ്റ യജമാനൻ മാത്രമേ ഉണ്ടാകൂ. ആ വ്യക്തിയോട് മാത്രമേ ഈ നായകൾക്ക് അനുസരണയും വിധേയത്വവും ഉള്ളൂ. മറ്റെല്ലാം മിഥ്യയാണ്. മലേഷ്യയിൽ യോസിയാനോ ആണ് വൺ മാസ്റ്റർ. അതുകൊണ്ടാണ് മ്ലാത്തിച്ചേട്ടത്തി പുറത്തു കടക്കാൻ ശ്രമിക്കുമ്പോൾ നായ കടിച്ചത്. കേരളത്തിൽ മ്ലാത്തിച്ചേട്ടത്തിയാണ് നായ്ക്കളുടെ ഏക സത്യം. പിയൂസ് വരുമ്പോൾ നായ്ക്കൾ നിലത്ത് നിർത്താത്തതും പിയൂസിന്റെ വിവരങ്ങൾ അറിയിക്കാൻ വന്ന നരനെയും കൂടെയുള്ള ആളെയും തുടക്കം കടത്തിവിടാതിരുന്നതും ചേട്ടത്തിയുടെ വാക്ക് മാത്രമാണ് ഇവയ്ക്ക് പ്രധാനം എന്നതിൽ നിന്ന് വ്യക്തമാണ്. 2. പിയൂസ്. മണികണ്ഠൻ എന്ന പിയൂസ് മനുഷ്യരൂപത്തിലെ ഒരു ടെലോമിയൻ നായ തന്നെയാണ്. മാതാപിതാക്കളുടെ ദാരുണമായിട്ടുള്ള അന്ത്യം അവനിലെ മനുഷ്യസഹജമായിട്ടുള്ള വികാരങ്ങൾ, അതായത് സിമ്പതിയൊക്കെ നശിപ്പിച്ചു. അവന്റെ ഒറ്റ മാസ്റ്റർ രക്ഷിച്ചെടുത്ത കുര്യച്ചൻ മാത്രമാണ്. പോലീസുകാരെ കൊല്ലുന്നതും കാർ ബ്രേക്ക് തകർക്കുന്നതും യജമാനെ സംരക്ഷിക്കുന്ന വിധേയനായിട്ടുള്ള ഒരു നായയെ പോലെയാണ്. കുര്യച്ചനെ തേടി ചേട്ടത്തിയുടെ മകൻ വഴി ഉണ്ണിയെ സ്വാധീനിച്ചാണ് പിയൂസ് അവിടെ ഹോം നഴ്സായി എത്തുന്നത്. അതിന് പ്രതിഫലമായിട്ട് എല്ലാ മാസവും മണി ഓർഡർ അയക്കുന്നതും ചിത്രത്തിൽ കാണാം. നരൻ. കൂട്ടുകാരെ ചതിച്ച് കടന്നു കളയാനുള്ള കുര്യച്ചന്റെ കഴിവ് കാരണം നരൻ ചതിക്കപ്പെട്ടതാകാം. ഇതേപ്പറ്റി മോഹൻ പോത്തൻ ചിത്രത്തിൽ പരാമർശിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് അയാൾ കുര്യച്ചനെ തേടുന്നത്. 4. പോലീസുകാര്. മുകളിൽ നിന്ന് ബൾബ് എറിഞ്ഞ് സിഗ്നൽ നൽകുന്നത് പിയൂസ് കുര്യച്ചന്റെ സഹായിയാണെന്ന് സംശയിച്ചതിനാൽ തന്നെയാണ്. പിയൂസ് പോയ തക്ക നോക്കി വീട്ടിൽ കടക്കാൻ ശ്രമിച്ച പോലീസുകാർക്കെങ്കിലും നായ്ക്കളുടെ സംരക്ഷണം കാരണം പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. 5. മോഹൻ പോത്തൻ. മോഹൻ പോത്തനെ കൊന്നത് മ്ലാത്തിച്ചേട്ടത്തിയാണ്. മുൻ ഭർത്താവിനെ തടവിലാക്കാൻ ഉപദേശം നൽകിയ മോഹൻ പോത്തനോടുള്ള പ്രതികാരം കുര്യച്ചൻ ശരിവച്ചതോടുകൂടി ആരംഭിച്ചു. മലേഷ്യയിൽ വെച്ച് യോസിയാനോ ചേട്ടത്തിയെ ലോക്ക് ചെയ്തതുപോലെ ചേട്ടത്തി കുര്യച്ചനെ ഗുഹയിൽ ലോക്ക് ചെയ്തു. നായ്ക്കളെ കാവലിന് നിർത്തി. 6 വർഷത്തിന് ശേഷം മോഹൻ പോത്തനെ നായ്ക്കളെ വെച്ച് തന്നെ കൊന്നു. ചേട്ടത്തി ഒടുവിൽ ഉപയോഗിക്കുന്ന ബൈനോക്കുലർ ഈ നിരീക്ഷണത്തിന്റെയും പ്രതികാരത്തിന്റെയും അടയാളമാണ്. 6. കുര്യച്ചൻ. കുര്യച്ചൻ ജീവനോടെ തന്നെയുണ്ട്. പിയൂസ് നോക്കുന്ന മുളപാത്രം മലേഷ്യയിൽ നായകൾ ഭക്ഷണം എത്തിക്കാൻ ഉപയോഗിച്ചതാണ്. ആ പാത്രത്തിലെ ഭക്ഷണത്തിന്റെ ഫ്രഷ്നസ് സൂചിപ്പിക്കുന്നത് ഗുഹയിലുള്ള കുര്യച്ചന് ചേട്ടത്തി ഇപ്പോഴും ഭക്ഷണം എത്തിക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. 6. പിയൂസിന്റെ അവസാനം. തന്റെ മാസ്റ്ററിനെ കെണിയിൽപ്പെടുത്തിയ മ്ലാത്തിച്ചേട്ടത്തിയെ കൊല്ലാൻ ശ്രമിച്ച പിയൂസിനെ നായകൾ വളയുന്നു. അവനെ വെറുതെ വിട്ടാൽ ഏക സത്യം, അതായത് ചേട്ടത്തി ഭീഷണിയിലാകും. അതിനാൽ നായകൾ പിയൂസിനെ കൊലപ്പെടുത്താൻ തന്നെയാണ് സാധ്യത.